സാധാരണ ഒരു കാവ്യം ഒരു കാലത്തെക്കുറിച്ച് പറയുമ്പോൾ മഹാഭാരതം പറയുന്നത് എല്ലാ കാലങ്ങളെയും കുറിച്ചാണ്. ഇത് വെറും ഒരു യുദ്ധ കഥയല്ല, മറിച്ച് ഭാവനകളുടെ അതിരുകളാണ് ഇതിൻ്റെ പേജുകൾ. ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും ഇതിൽ കാണാൻ നമുക്ക് സാധിക്കും. ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ പൂർണ്ണതയും അപൂർണതയും നമുക്കിതിൽ കാണാം. ഏകദേശം 1,00,000 ശ്ലോകങ്ങൾ, 18 പർവ്വങ്ങൾ, ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവൻ ചരിത്രവും തത്വചിന്തയും ഇതിൽ കൂട്ടിയിരിക്കുന്നു. ആധുനിക മാനവ സംസ്കാരത്തെ തന്നെ സ്വാധീനിച്ച ഒരു ഇതിഹാസം. ഇത്രയേറെ കാവ്യശകലങ്ങളും തത്വചിന്തയും മനുഷ്യ സാഹചര്യങ്ങളുടെയും മാനസിക രംഗങ്ങളുടെയും ആഴവും എടുത്തു പറയുന്ന മറ്റൊരു കാവ്യമില്ല. അതിനാലാണ് ഇന്നും എപ്പിക് എന്നൊരു കാവ്യം പറയുമ്പോൾ മഹാഭാരതത്തിനെ തുല്യപ്പെടുത്താൻ ആരും വരാത്തത്. ഇതിഹാസങ്ങളുണ്ടാകും, പക്ഷേ ഇങ്ങനെ ഒരിക്കൽ പിറന്നാൽ വീണ്ടും ആവർത്തിക്കാനാവാത്തതാണ് മഹാഭാരതം. ഗ്രീക്ക് ഇതിഹാസ കാവ്യമായ ഹോമറുടെ ഇലിയാഡും ഒഡീസിയും രണ്ടും ചേർന്നാൽ പോലും മഹാഭാരതം തന്നെയാണ് വലുത്. ഇലിയാഡും ഒഡീസിയും ചേർന്ന് 3,00,000 വാക്കുകൾ, മഹാഭാരതം മാത്രം 20,00,000 വാക്കുകൾ. എപ്പിക് എന്ന വാക്കിന് പിന്നിലുള്ള അത്ഭുതം ഇതിൽ തന്നെയാണ്. ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.